ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾക്ക് തുടക്കമാവുകയാണ്. രണ്ടാം റൗണ്ടിൻ്റെ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നത്. മത്സരത്തിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് വീഡിയോയുമായിട്ടാണ് ഇന്ന് സ്പോർട്സ് ടു മലയാളം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഗോമയും ബ്രൈറ്റും റഫീഖുമൊക്കെ മികച്ച താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കരുത്തരായുള്ള എതിരാളികൾ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ. മാത്രമല്ല മികച്ച ഗോൾ കീപ്പറാണ് ദേബ്ജിത്ത് മധുന്ദാർ. മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിലൊക്കെ. അതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് തലവേദനയാവും. ബ്രൈറ്റൊക്കെ നമുക്കറിയാം മികച്ച പ്രകടനം തന്നെയാണ് ഈ സീസണിൽ 1-2 മത്സരം കളിച്ചപ്പോഴേക്കും കാണാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രതിരോധം വേണ്ടി വരും. എന്തായാലും ലൈനപ്പിലോട്ട് കടക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായുള്ള കിബു വിക്കുന ഈസ്റ്റ് ബംഗാളിനെതിരെ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയുമെന്ന് കണ്ടറിയണം. അടുത്ത മത്സരത്തിലും ഗോൾ കീപ്പറായി ആൽബിനോ ഗോമസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ പരിക്ക് മാറി നിഷു കുമാർ തിരിച്ചെത്തും. വലതു വിങ്ങിൽ നിഷു കുമാറും ഇടതു വിങ്ങിൽ ജസൽ ഗാർണറും ഉണ്ടാവും. സെൻറ്റർ ബാക്കുമാരായി ഇന്ത്യൻ സെൻറ്റർ ബാക്കായുള്ള സന്ദീപ് സിംഗും സിംബാബ്വൻ ഡിഫറായുള്ള സിംബ്രോ കോസ്റ്റാൻ നമോയിനിസും ഉണ്ടാവും. മാറ്റങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നില്ല. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ താരമായുള്ള ജിഗ്സൺ സിംഗും സ്പാനിഷ് താരമായുള്ള വിസെൻ്റെ ഗോമസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അവിടെ വലിയ മാറ്റത്തിനൊന്നും സാധ്യത ഇപ്പോൾ ഇല്ല. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരമായുള്ള അർജന്റീനൻ താരം ഫക്കുണ്ടോ പെരേര ലെഫ്റ്റ് വിങ്ങിലുണ്ടാവും. അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് ഇതുവരെയൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കളിയിൽ മികച്ച പ്ലേ മേക്കർ തന്നെ ആയിരുന്നു. 3 ഗോളുകളും അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്കുണ്ട് തന്നെ പറയാം. പിന്നീട് നോക്കുകയാണെങ്കിൽ സഹലിന് പകരം രാഹുൽ KP ആദ്യ 11-ൽ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. സഹലും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചിലപ്പോൾ സൂപ്പർ സബായി ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് സഹൽ. ചിലപ്പോൾ നമുക്ക് ആദ്യ 11-ൽ രാഹുലിനെ പ്രതീക്ഷിക്കാം, ഇല്ലെങ്കിൽ സഹൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതിനു വേണ്ടി 5 ഗോളുകൾ നേടിയിട്ടില്ല ജോർദാൻ മുറ തന്നെ ആയിരിക്കും സ്ട്രൈക്കറായി ഉണ്ടാവുക. സെക്കൻഡ് സ്ട്രൈക്കറായി കഴിഞ്ഞ കളിയിൽ അതേ റോൾ തന്നെ ആയിരിക്കും ഗാരി ഊപ്പറും ഉണ്ടാവുക. രണ്ടുപേരും മികച്ച പ്രകടനം തന്നെയാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കളിയിൽ അറ്റാക്കിംഗ് തേർഡിൽ മികച്ച പ്രകടനം തന്നെ ഊപ്പറിൻ്റെ ഭാഗത്തുനിന്നും കാണാൻ സാധിച്ചു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ജയമുണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതാണ്, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക.